എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കഴിഞ്ഞ 12 ദിവസത്തിനിടയിൽ 21 കുട്ടികൾക്ക് 72 ലക്ഷം രൂപ മുടക്കുന്ന സർക്കാർ കൊള്ള, അടിമകൾ ഉടമകളാകാതെ രക്ഷയില്ല എന്ന വീഡിയോ, മുതുക്കന്മാർ പെൻഷൻകാരുടെ ആക്രാന്തം, മൊണ്ണകളായി മാറുന്ന പ്രബുദ്ധ മലയാളി, ചുമ്മാ കുത്തിയിരുന്നവൻ ബോണസ് 4500 എന്നീ പേരുകളിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോകളും ആ വീഡിയോകളിൽ നിന്നുള്ള റീൽസുകളും പോസ്റ്റ് ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോകൾ കണ്ടത്. ആയിരക്കണക്കിന് ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും ഉണ്ടായിരുന്നു. കമൻറ്റുകളിൽ 99% വീഡിയോകൾക്ക് അനുകൂലമായിട്ടാണ് വന്നത്. അതായത് ആ കമൻറ്റുകളൊക്കെ എഴുതിയത് 3,40,00,000 വരുന്ന പൊതുജനത്തിൽപ്പെട്ടവർ ആയിരുന്നത് കൊണ്ടാണ് അത് അനുകൂലമായിട്ട് വന്നത്. എന്നാൽ 1% താഴെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കമൻറ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഭൂരിപക്ഷവും അധ്യാപകന്മാരുമായിരുന്നു എന്ന് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഈ കമൻ്റ് ഇടുന്നവരാരാണ്, അവരുടെ ഡീറ്റെയിൽസ് എന്താണ് എന്നൊക്കെ അതിനകത്തുനിന്ന് അറിയാനുള്ള സംവിധാനം ഉണ്ടല്ലോ. കൂടുതലും എതിരായിട്ടുള്ള കമൻറ്റുകൾ എഴുതി വച്ചിരിക്കുന്നത് അധ്യാപകർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ്, കൂടുതലും അധ്യാപകരാണ്. ചുമ്മാ കുത്തിയിരുന്നവൻ ബോണസ് 4500 എന്ന വീഡിയോയ്ക്ക് അടിയിൽ വന്ന ഒരു കമൻറ്റ് 49,000 രൂപ വരെ ശമ്പളം ഉള്ളവർ കാടാ മണ്ട ബോണസ് കൊടുക്കുന്നത് എന്നാണ്. 2026 കലണ്ടറിൽ കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള അവധി ദിവസം 85-ൽ അധികമാണ്. ഇനി 85 അങ്ങ് കൂട്ടിയാൽ പോലും 365-ൽ നിന്ന് 85 കുറച്ചാൽ 280 ദിവസം. അതായത് അത് നമ്മൾ 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു മാസത്തിൽ 23 ദിവസമാണ് ഇവർക്ക് ജോലിയുള്ളത്. ഇനി ശമ്പളം നഷ്ടപ്പെടാതെ അവധി എടുക്കാവുന്ന ദിവസങ്ങൾ കൂടെ കൂട്ടുമ്പോൾ ആവറേജ് ഒരു മാസം 20 ദിവസത്തെ ജോലി. 49,000 രൂപയെ 20 ദിവസം കൊണ്ട് ഹരിച്ചാൽ ഒരു ദിവസം ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് 2,450 രൂപ. ഒരു ദിവസം ശമ്പളം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ആവറേജ് ജോലി എടുക്കുന്നത് എത്ര മണിക്കൂറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങേയറ്റം പോയാൽ ഒരു 4 മണിക്കൂർ. സംശയമുണ്ടോ? ഞാൻ കണക്ക് പറഞ്ഞു തരാം. 10 മണിക്ക് വന്നാൽ 1 മണി വരെ 3 മണിക്കൂർ, 2 മണി തൊട്ട് 5 മണി വരെ 3 മണിക്കൂർ, അങ്ങനെ ആകെ 6 മണിക്കൂർ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ അധ്യാപകരൊഴിച്ച് ആരെങ്കിലും 10 മണിക്ക് വരാറുണ്ടോ? ഒരു 10:30, 10:45, 11 ആയാലും ചോദിക്കാൻ ഒരു അറിയില്ലല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് ഒരു ചായ കൂടി ഉണ്ടല്ലോ, അതിനൊരു സമയമുണ്ടല്ലോ. ഇനി ഒരു 12:45 ഇവന്മാർ ഉണ്ണാൻ പോകും. 2:45 വരുമോ? 4 മണിക്ക് ഒരു ചായ ഒരു കടിയും ഉണ്ട് താനും. 4:30 പതുക്കെ ബാഗുമൊക്കെ എടുത്ത് കക്ഷത്തി വെച്ച് കുടയെടുത്ത് പിടിച്ച് വെളിയിലോട്ട് ഇറങ്ങുമല്ല ചെയ്യുന്നത്. അപ്പോൾ എത്ര മണിക്കൂർ വരും എന്ന് നിങ്ങൾ തന്നെ കൂട്ടിക്കോ. പൊതുജനത്തോടാണ് പറയുന്നത്. അങ്ങേയറ്റം ജോലി ചെയ്തു എന്ന് വരുത്തുന്നത് അങ്ങേയറ്റം പോയാൽ 4 മണിക്കൂർ മാത്രം. ഇല്ല, പൊതുജനങ്ങൾ പറ അങ്ങനെയാണോ ഇല്ലയൊന്ന്. അങ്ങനെ കണക്ക് കൂട്ടുമ്പം 20 ദിവസം 4 മണിക്കൂർ വെച്ച് 80 മണിക്കൂറാണ് ഇവർ ഒരു മാസം ജോലി ചെയ്യുന്നത്. ഈ 49,000-നെ ഈ 80 മണിക്കൂർ കൊണ്ട് ഹരിച്ചാൽ ഒരു മണിക്കൂറിന് 612 രൂപ 50 പൈസ കിട്ടും. 4 മണിക്കൂറേ ഒരു ദിവസം ജോലി ചെയ്യുള്ളൂ. അങ്ങനെ കൂട്ടിയാലും ഒരു ദിവസം 2,450 രൂപ ഇവർക്ക് ശമ്പളം കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ 49,000 രൂപ മാസ ശമ്പളം ഉള്ളവരെന്ന് പറയുന്നവർക്കാം. കേരളത്തിൽ 4 മണിക്കൂർ ജോലി ചെയ്താൽ 2,500 രൂപ വെച്ച് ശമ്പളം കിട്ടുന്ന എത്ര ജോലിയുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. വേർത്തു കുളിച്ച് ജോലി ചെയ്യുന്ന തടിപ്പണിക്കാർക്ക് ചിലപ്പോൾ കണ്ടേക്കാം, അത്ര മല്ല് ജോലിയാണ്. പക്ഷേ അവർക്ക് മാസം എത്ര ദിവസം ജോലിയുണ്ട്? തന്നെയുമല്ല അവരുടെ അധ്വാനം എത്ര വലുതാണ്. ഇനി 49,000 രൂപ ശമ്പളം ഉള്ളവന് മാസം എത്ര രൂപ കൈ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 49,000 രൂപ ശമ്പളത്തിൻ്റെ 60% DA, അതായത് 29,400 രൂപ DA ആയിട്ട് കിട്ടും. മറ്റ് അലവൻസുകളെല്ലാം ഒഴികെ ഗ്രോസ് സാലറി ആയിട്ട് കൈ കിട്ടുന്നത് 78,400 രൂപ.
അപ്പോൾ ഇയാൾക്ക് മണിക്കൂറിന് എത്ര ശമ്പളമാണെന്നൊന്ന് നോക്കാം. 78,400/80 അങ്ങനെ കൂട്ടുമ്പോൾ ഒരു മണിക്കൂറിന് 980 രൂപ കിട്ടും. എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഇവന് 3,920 രൂപ കിട്ടും. അതായത് 49,000 രൂപയുള്ളവന് ഒരു മാസം ആവറേജ് കൈ കിട്ടുന്നത് ഒരു ദിവസം 3,920 രൂപ വെച്ച് കൈ കിട്ടും. എങ്ങനെയുണ്ട്? അടിസ്ഥാന ശമ്പളം മുതൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഒരു ദിവസം 4,000-ഓളം രൂപ ശമ്പളമായി അവൻ്റെ കൈ കിട്ടും. ഇനി ഇത് ഈ ശമ്പളം കൊടുക്കുന്ന പൊതുജനമായ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും പിക്കപ്പ് ഓടിക്കുന്നവനും ലോറി ഓടിക്കുന്നവനും ബസ് ഓടിക്കുന്നവനും മേസ്തിരിമാരും മൈക്കാടുകാരും തെങ്ങിൽ കയറുന്നവനും മരത്തെ കയറുന്നവനും റബ്ബർ വെട്ടുന്നവനും കൃഷി ചെയ്യുന്നവനും വളർത്തുമൃഗങ്ങളെ വളർത്തി ജീവിക്കുന്നവനും മീൻ പിടിക്കുന്നവരും കച്ചവടക്കാരും എന്തിനാ പിച്ചക്കാർ വരെ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെല്ലാം മനസ്സിലാക്കണം. നമ്മൾ പണിയെടുത്ത് 49,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ളവന് ഒരു ദിവസം 4 മണിക്കൂർ ജോലി എടുക്കുമ്പോൾ, അത് ഒരു ക്ഷതമില്ലാതെയും ഒട്ടും വേർപ്പിൻ്റെ അസുഖം ഇല്ലാതെയും ജോലി എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ശമ്പളം അവന് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ് അല്ല, നമ്മുടെ നികുതി പണം എടുത്ത് അങ്ങോട്ടൊന്ന് കൊടുക്കാനുള്ള സംവിധാനമാണ് ഗവൺമെൻറ്. നമ്മളാ പണം കൊടുക്കുന്നത്. പിച്ചക്കാരൻ വരെ അത് മനസ്സിലാക്കണം. ഒരുത്തനുണ്ടല്ലോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു വീഡിയോയുടെ അടിയിൽ കയറി എഴുതി വെച്ചു, കിളവന് വേർപ്പിൻ്റെ അസുഖമുണ്ട്, വേർക്കാതെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ തെറി വിളിക്കുന്നു. ഞാൻ പറയട്ടെ, നിനക്ക് ചൊണയുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാടാ. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന കണക്ക് ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. മാസത്തിൽ 30ഓളം വീഡിയോകളും അതിൻ്റെ റീലുകളും എഴുതി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ലോഡ് ചെയ്ത് ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളിൽ അനേകർക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം പലപ്പോഴും മാസങ്ങളിൽ 30,000 രൂപയിൽ താഴെയാണ്. ഈ പണത്തിന് വേണ്ടിയാണോ ഞങ്ങൾ ഈ ജീവൻ മരണ പോരാട്ടം നടത്തുന്നത്? ഞങ്ങളുടെ ജീവൻ എടുത്തു പിടിച്ച് ഈ പോരാട്ടം നടത്തുന്നത് ഈ 30,000 ഉലുവായ്ക്ക് വേണ്ടിയാണോ? മാസം 30,000 രൂപ വെച്ച് ഞങ്ങൾ തരാം. നോട്ടുകൾ ഞങ്ങൾ എഴുതി തരാം. ഞങ്ങൾ തരുന്ന നോട്ടുകൾ പ്രകാരം ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിച്ച് വീഡിയോകൾ ചെയ്ത് എഡിറ്റ് ചെയ്ത് ദിവസവും വീഡിയോയും റീലുകളും ഇറക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഉണ്ടെങ്കിൽ വാടാ, വന്ന് ധൈര്യമായിട്ട് ഇത് ചെയ്യടാ. നിനക്കൊക്കെ സമൂഹത്തോട്, നിനക്കൊക്കെ ശമ്പളം തരുന്ന പൊതുജനം എന്ന സമൂഹത്തോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വാടാ. ധൈര്യമുള്ളവനുണ്ടേ വാടാ, വരിയുറപ്പുള്ളവനുണ്ടേ വാടാ. ഈ സമൂഹത്തോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉള്ളവൻ ഇറങ്ങി വാടാ, നമുക്ക് വാക്കണം. കൊണച്ച കമന്റ് ഇടാൻ ഏത് നാറിക്കും പറ്റും. ഫേക്ക് അടിയിൽ നിന്നാണ് ധൈര്യം കൂടും. ചോണയുള്ളവനുണ്ട് ഇറങ്ങി വാടാ, ഞങ്ങൾ അവസരം തരാം. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ വാടാ. ഇനി പൊതുജനത്തോടും പറയട്ടെ, നിങ്ങളുടെ കൂട്ടത്തിലും ജനത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരിക. ഞങ്ങൾ അവസരം തരാം, നോട്ടുകളും തരാം. സ്വന്തം ജീവനെ പോലും മാറ്റിവെച്ചിട്ട് ധൈര്യമായിട്ട് പറയാൻ ചങ്കറപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വാ, ഞങ്ങൾ അവസരം തരാം. ഞാൻ ഒരാളല്ലാതെ കൂടുതൽ ആളുകൾ ഈ കാര്യങ്ങൾ വിളിച്ചു പറയട്ടെ. ഒരുത്തൻ എഴുതി വെച്ചു എരുമയുടെ സ്വരം പോലെയാന്ന്. അവനല്ലേ അറിയാവുള്ളൂ പോത്തെന്ന അപ്പൻ്റെ സ്വരം അല്ലെങ്കിൽ എരുമ എന്ന അവൻ്റെ അമ്മയുടെ സ്വരമൊക്കെ എന്താന്ന്. അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും ഈ തെണ്ടിത്തരം ഞങ്ങൾ സമ്മതിക്കാതെ ഞങ്ങളിത് മുന്നോട്ട് തന്നെ പറയും. സംസ്ഥാന വരുമാനത്തിൻ്റെ 95% ഊറ്റിക്കൊണ്ടു പോകുന്ന 5% താഴെ വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഒരുത്തരെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിച്ച് പറയുന്നു, വന്ന് പൊതുജനത്തോട് നിനക്കൊക്കെയുള്ള ഉത്തരവാദിത്തം നടത്തി കാണിക്കടാ. ഞങ്ങൾ 3,40,00,000 ചോരയും നീരും ഊറ്റി കുടിച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നവനെതിരെ കമന്റ് എഴുതി വെക്കുന്ന കാപാലികന്മാർക്ക് ഒരുത്തനെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വേണ. ഇനി ഞാൻ പറയുന്നത് പോലെ ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് പൊതുസമൂഹത്തോട് സത്യങ്ങൾ മാത്രം വിളിച്ചു പറയാൻ തൻ്റെ ഇടവും ധൈര്യമുള്ള ഒരുത്തനെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടെങ്കിൽ വാടാ. ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ലോഡിങ്ങും എല്ലാം ഞങ്ങൾ സൗജന്യമായി ചെയ്തു തരാം. നിനക്ക് മാസം ഒരു 30,000 രൂപയും തരാം.
ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വാടാ പൊതുജനത്തോട് സത്യങ്ങൾ വിളിച്ചു പറയാൻ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ. ഇവന്റെ വീഡിയോകളുടെ അടിയിൽ കയറി തെറി വിളിക്കടാ എന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടടാ ആളുകളെ. ഇനി അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന തന്തയ്ക്ക് പിറന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പെൻഷൻകാരൻ എഴുതിയ കമൻറ്റും കാണിക്കാം. അങ്ങനെ എഴുതിയിരിക്കുക, ഞാനൊരു പെൻഷൻകാരനാണ്, എങ്കിലും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പോലീസും ആരോഗ്യ മറ്റ് അവശ്യ സർവീസുകൾക്കും മാത്രമേ ഡയറക്റ്റായി ഗവൺമെൻറ് നിയമനം നടത്തേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ മേൽനോട്ടം ശക്തിയാക്കിയാൽ മതി, ജോലി മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്താൽ മതി. പിന്നെ 60 കഴിഞ്ഞ് എല്ലാവർക്കും ജീവിക്കാൻ ഉതകുന്ന ഒരു തുക പെൻഷനായി കൊടുക്കണം. താങ്കൾ പറയുന്നത് പോലെ എന്തുകൊണ്ട് ഇത് ഇവിടുത്തെ യുവജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല? ഇവിടെ എല്ലാ ഗവൺമെന്റ് റവന്യൂവും ഇങ്ങനെ പെൻഷൻകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എത്ര കാലം കൊടുക്കാൻ പറ്റും? ഇങ്ങനെ പറയുന്നത് അന്തയ്ക്ക് പറഞ്ഞവന്മാരും ഉദ്യോഗസ്ഥന്മാരിലും പെൻഷൻകാരിലും ഉണ്ട്. അതാണ് ആകെയുള്ള ഒരു ആശ്വാസം. അങ്ങനെയുള്ള ഒരു ചുരുക്കമാണെന്നുള്ളതാണ് ഒരു സത്യം. നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും മനസ്സിലാക്കിക്കോ, ഇന്നുള്ള സുഖ സൗകര്യങ്ങൾ ഒത്തിരി ദിവസം നീളില്ല, ഒത്തിരി കാലം നീളില്ല. കേരള സംസ്ഥാന ഗവൺമെൻറ് എന്ന ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഒത്തിരി താമസിയാതെ വീഴും. രാഷ്ട്രീയക്കാരെ പൊതുജനം തിരഞ്ഞെടുക്കുമെങ്കിലും ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് എന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കാലം മാസം 6000 കോടി കടമെടുത്ത് ബാലൻസ് സംസ്ഥാനത്തിൻ്റെ വരുമാനം മുഴുവനൂടെ എടുത്ത് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അവരുടെ പെൻഷൻകാർക്കും വീതം വെക്കാൻ കഴിയുകയില്ല എന്നോർമ്മിപ്പിച്ചുകൊണ്ടും ഇതിനൊരവസാനം വരുത്തും. അതിന് ചിലപ്പോൾ തുടക്കമായിരിക്കും ഞങ്ങൾ, എന്നാലും ഇനി ആമ്പിള്ളേർ എഴുതേക്കും എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അക്രമം അവസാനിപ്പിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.